ഹലോ റീഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അനദർ എപ്പിസോഡ് ഓഫ് പേപ്പർ പ്ലാൻ. ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് 2025 റീഡിംഗ് റെസൊല്യൂഷൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓൾസോ ഒരു സർപ്രൈസ് അനൗൺസ്മെന്റ് ഉണ്ട് എൻഡ് ഓഫ് ദ വീഡിയോയിൽ. സോ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. സോ വിത്തൗട്ട് ഫർദർ ഡു ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ എല്ലാ വർഷവും റെസൊല്യൂഷൻസും പ്ലാനിങ്ങും ഒക്കെ ഉള്ള ഒരാളാണ്. ബട്ട് അറ്റ് ദി സെയിം ടൈം ഞാനത് കംപ്ലീറ്റ്ലി സക്സസ്ഫുൾ ആവാറില്ല, അല്ലെങ്കിൽ എല്ലാം തന്നെ മീറ്റ് ചെയ്യാറില്ല. അതിൽ ഒന്നോ രണ്ടോ മേ ബി നടക്കാറുണ്ട്, ബാക്കിയെല്ലാം തന്നെ എന്നെ കൊണ്ട് കഴിയാറില്ല മീറ്റ് ചെയ്യാൻ. എന്നെ സംബന്ധിച്ച് പ്ലാനിങ് ഈസ് എ മസ്റ്റ്. എന്നാലേ ഞാൻ കുറച്ചെങ്കിലും പ്രൊഡക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ പിന്നെ ഞാൻ യൂട്യൂബും ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഒരുപാട് പ്ലാനിങ്സ് ഉണ്ട്. വീഡിയോസിന്റെ കാര്യത്തിലായാലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നിങ്ങൾക്ക് എത്രത്തോളം വീഡിയോസ് ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ എന്നെ കൊണ്ട് ചെയ്യണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ ഫസ്റ്റ് ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡ് മോർ. അപ്പോൾ ഇപ്പം ഞാൻ വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് 100 ബുക്സ് ഒരു ഇയർ ആണ്. ആൻഡ് ഐ ഹാവ് ടു പുഷ് മൈസെൽഫ് ടു റീഡ് മോർ. എന്നെ കൊണ്ട് ഇതുവരെ അധികമൊന്നും പുഷ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഒരു കൊല്ലമായിട്ട് ഞാൻ 110 ബുക്സ് വായിച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അതിലപ്പുറം എന്നെ കൊണ്ട് പുഷ് ചെയ്യാൻ പറ്റാറില്ല. സോ ദിസ് ഇയറും എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് റീഡ് മോർ ബുക്സ് സോ ദാറ്റ് ഐ ക്യാൻ ഗിവ് യു മോർ റെക്കമെൻഡേഷൻസ്. സെക്കൻഡ് വൺ ആണ് ബി ആക്റ്റീവ് ഓൺ സോഷ്യൽ മീഡിയ. ഇത് ഞാൻ എന്നെ തന്നെ ഫോഴ്സ് ചെയ്യേണ്ടി വരും. ബിക്കോസ് ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സണേ അല്ല. ഒരു വാട്സപ്പിൽ സ്റ്റേറ്റസ് ഇടാൻ വരെ എനിക്ക് മടിയാണ്. ഐ ഹാവ് എൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്. സോ എനിക്ക് അതിൽ കുറച്ചുകൂടെ ആക്റ്റീവ് ആവണമെന്നുണ്ട്. കുറച്ച് ആക്റ്റീവ് റെക്കമെൻഡേഷൻസ് കൊടുക്കണം എന്നുണ്ട്. കുറച്ച് ഇൻസ്റ്റാഗ്രാമൊക്കെ ഒന്ന് ബെറ്റർ ആക്കാൻ കുറച്ച് റീൽസ് ഒക്കെ കണ്ട് ഒന്ന് ആക്റ്റീവ് ആവണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ സെക്കൻഡ് ഗോൾ. തേർഡ് വൺ, ഡു ബഡ്ഡി റീഡ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി. എനിക്ക് റീഡ് ചെയ്യുന്ന ഫ്രണ്ട്സ് ഇല്ല ആൻഡ് റീഡ് ചെയ്യുന്ന ഫാമിലി മെമ്പേഴ്സും ഇല്ല. ഞാൻ എൻ്റെ സിസ്റ്റേഴ്സിനെ ഒരുപാട് ഫോഴ്സ് ചെയ്യാറുണ്ട് വായിക്കാൻ. പക്ഷെ അവരുടെ മെയിൻ ഹോബി അതല്ല. അപ്പോൾ ഒരു ലിമിറ്റ് വരെ നമുക്ക് ഫോഴ്സ് ചെയ്യാനൊക്കെ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു ബഡ്ഡി റീഡിങ് ഇതുവരെ പോസിബിൾ ആയിട്ടില്ല ഫാമിലി ആയിട്ട്. ഇൻസ്റ്റാഗ്രാമിൽ നിന്നാലും ഇങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. സോ അവരുമായിട്ട് ബഡ്ഡി റീഡിങ് എപ്പോഴും ഞാൻ ചെയ്യാറുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് എനിക്ക് ഒന്നും കൂടെ മെച്ചപ്പെടുത്തണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. അതാണ് എൻ്റെ തേർഡ് ഗോൾ. ഇനി ഫോർത്ത് വൺ, ഞാൻ എപ്പോഴും ചെയ്യാറുള്ള പോലെ പാർട്ടിസിപ്പേറ്റ് ഇൻ റീഡത്തോൺസ്, ബി എ പാർട്ട് ഓഫ് ബുക്ക് ക്ലബ്സ്. അതൊക്കെ ഞാൻ എല്ലാ കൊല്ലവും ചെയ്യാറുള്ളതാണ്. ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാം റീഡത്തോൺസിലൊക്കെ ഞാൻ പങ്കെടുക്കാറുണ്ട്. ബുക്ക് ക്ലബ്സ് പിക്സ് ഒക്കെ ഞാൻ വായിക്കാറുണ്ട്. ഫേബിളിലായാലും ഏതെങ്കിലും ബുക്ക് ക്ലബ് പിക്സ് ഒക്കെ ഞാൻ മാക്സിമം എന്നെ കൊണ്ട് പറ്റുന്ന പോലെ വായിക്കാറുണ്ട്. സോ അതൊക്കെ ഞാൻ ഓൾറെഡി ചെയ്യാറുള്ള കാര്യങ്ങൾ. അതുപോലെ തന്നെ ക്യാരി ഓൺ ചെയ്യണം. പിന്നെ ഫിഫ്ത്ത് വൺ ആണ് DNF ചെയ്യണം ബുക്സ്. എനിക്ക് ബുക്സ് DNF ചെയ്യുന്ന എന്തോ ഒരു ഡിസ്റ്റർബിങ് കൈൻഡ് ഓഫ് ഫീലിംഗ് ആണ്. കാരണം ആ ഒരു ഓത്തറിന്റെ ഒരു കഷ്ടപ്പെട്ട് എഴുതിയതല്ലേ എന്നുള്ളൊരു ഇതുണ്ടാവും. എത്ര പകുതി വായിച്ചിട്ട് എനിക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിലും ഞാൻ വിചാരിക്കും മേ ബി ഞാൻ പെർസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി എൻഡിൽ എന്തെങ്കിലും രസം ഉണ്ടാവും. അങ്ങനെ ഞാൻ വിചാരിച്ച് വീണ്ടും വായിക്കും. ബട്ട് ഒരു മിഡിൽ കഴിഞ്ഞിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നില്ലെങ്കിൽ ദർ ഇസ് ലെസ് പോസിബിലിറ്റി ഞാൻ ആ ബുക്ക് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് DNF ചെയ്താൽ മതി. ബട്ട് ഐ ഡു നോട്ട് ഡു ദാറ്റ്. സോ DNF ബുക്സ്. സോ സിക്സ്ത് വൺ ഇസ് ബി ഫെയർ ആൻഡ് ജസ്റ്റ് ഇൻ റേറ്റിംഗ്. അപ്പോൾ അത് ഞാൻ കഴിഞ്ഞ കൊല്ലം മുതൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ പൊതുവേ അതിന് മുന്നത്തെ വർഷങ്ങളിലൊക്കെ ഞാൻ റേറ്റ് ചെയ്ത ബുക്സ് ഞാൻ ഇപ്പോൾ കാണുമ്പോൾ ഞാൻ വിചാരിക്കും അന്ന് ഞാൻ എന്തിനാ ഇതിന് ഇത്രയും റേറ്റിംഗ് കൊടുത്തത്. ചിലതിനൊക്കെ 4 സ്റ്റാർ കൊടുത്തിട്ടുണ്ടാവും. ബട്ട് ഞാൻ അതിനെ പറ്റി എനിക്ക് ഒരു കുറച്ച് പോലും ഓർമ്മ ഉണ്ടാവില്ല. അപ്പം ഞാൻ വിചാരിക്കും എന്ത് റോങ് ആയിരുന്നു ഞാൻ റേറ്റ് ചെയ്യുന്ന സമയത്ത്. ലൈക്ക് മേ ബി അപ്പോൾ ഞാൻ വായിച്ച സമയത്ത് എനിക്ക് തോന്നിയിട്ടുണ്ടാവും ഇറ്റ്സ് എ ഗുഡ് ബുക്ക് എന്ന്. ബട്ട് ദെൻ ഞാൻ ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ അതെനിക്ക് ഫെയർ ആയിട്ട് തോന്നാറില്ല. അപ്പോൾ ഇപ്പോൾ ഞാൻ കുറച്ചൊക്കെ 2 സ്റ്റാർസും 3 സ്റ്റാർസും എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടാൽ മാത്രമേ ഞാനൊരു 4ഉം 5ഉം ഒക്കെ കൊടുക്കാറുള്ളൂ. അതൊരു ഇമ്പ്രൂവ്മെന്റ് ആണ് എൻ്റെ സൈഡിൽ. സോ ക്യാരി ഓൺ ദാറ്റ്. സെവൻത്ത് വൺ എന്ന് പറഞ്ഞത് കംഫർട്ട് സോണിൽ ഇല്ലാത്ത ജോൺറേസ് പിക്കപ്പ് ചെയ്യാം. അപ്പോൾ എൻ്റെ കംഫർട്ട് സോൺ അല്ല നോൺ ഫിക്ഷൻ ബുക്സ്, ക്ലാസിക്സ്, സൈഫൈ ബുക്സ്, പിന്നെ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ്. ഇതൊന്നും എൻ്റെ ഒരു കംഫർട്ട് സോണിലുള്ളതല്ല. അപ്പോൾ അതൊക്കെ കുറച്ചും കൂടെ വായിക്കണം. എല്ലാ കൊല്ലം വിചാരിക്കുന്നതാണിത്. ബട്ട് ഒരു കൊല്ലം പോലും എന്നെ കൊണ്ട് അത് സാധിക്കലില്ല. നോൺ ഫിക്ഷൻ ബുക്സ് ഞാൻ ഒന്നെങ്കിൽ മെമോയർ മാത്രമേ വായിക്കാറുള്ളൂ. ഇതുപോലെ ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടുന്ന കാര്യങ്ങൾ ഒന്നും വായിക്കാറില്ല. അതിലൊക്കെ എനിക്ക് കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്യണം നല്ല ആഗ്രഹമുണ്ട്. അതുപോലെ സൈഫൈ ബുക്സ് ഞാൻ തീരെ വായിക്കാറില്ല. ബിക്കോസ് എൻ്റെ ബ്രെയിനിന് അത്
ക്യാച്ച് ചെയ്യാൻ പറ്റാറില്ല. ഒരുപാട് സയന്റിഫിക് ആയിട്ടുള്ള ടേംസ് അതൊന്നും എന്നെ കൊണ്ട് അങ്ങനെയാണ്ട് ബോറടിക്കാതെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാറില്ല. ബട്ട് ഐ നീഡ് ടു എക്സ്പ്ലോർ. നമ്മളൊരു ജോണർ എക്സ്പ്ലോർ ചെയ്താലേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിൽ എത്രത്തോളം ജെംസ് ഉണ്ട് എന്നുള്ളത്. അപ്പോൾ അതിൽ എനിക്ക് കുറച്ച് ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുണ്ട്. 7th വൺ, യൂട്യൂബ് വീഡിയോസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാം, ഒരുപാട് യുണീക്ക് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുക, അങ്ങനെ എന്താ പറയുക, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക. അതൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എത്രത്തോളം പോസിബിൾ ആവുമെന്ന് അറിയില്ല. പിന്നെ അതുപോലെ ഇപ്പം ഞാൻ കുറച്ചായിട്ട് ഷോർട്സ് ചെയ്യാറില്ല. സോ ഷോർട്സിൽ കുറച്ച് റെക്കമെൻഡേഷൻസ് കൈൻഡ് ഓഫ് വീഡിയോസ് കൊണ്ടുവരാം. സോ അതൊക്കെയാണ് യൂട്യൂബ് സൈഡിലുള്ള ഗോൾസ്. ഇനി 8th ഗോളാണ് ഹാവ് എ കമ്മ്യൂണിറ്റി ഓഫ് മൈ ഓൺ. എനിക്ക് എൻ്റെതായ ഒരു കമ്മ്യൂണിറ്റി ടു ഡിസ്കസ് എനിത്തിങ് ആൻഡ് എവറിത്തിങ് അബൌട്ട് ബുക്സ്. അതാണ് എൻ്റെ ഡ്രീം. അപ്പോൾ അത് എസ്റ്റാബ്ലിഷ് ചെയ്യലാണ് എൻ്റെ 8th ഗോൾ. അതെനിക്ക് അറിയില്ല എത്രത്തോളം ഒരു കമ്മ്യൂണിറ്റി എന്നെ കൊണ്ട് ബിൽഡ് ചെയ്യാൻ പറ്റുന്നു. ബട്ട് ആരൊക്കെ ഉണ്ടോ ആ ഒരു കമ്മ്യൂണിറ്റിയിൽ ഐ എം സോ ഗ്ലാഡ് ഫോർ ഓൾ ദ സപ്പോർട്ട്, എല്ലാം, എവറിത്തിങ് ഫോർ എവറിത്തിങ്. അപ്പോൾ അതാണ് എൻ്റെ 8th ഗോൾ. സോ 9th ഗോൾ ഈസ് ടു റീഡ് മോർ മലയാളം ബുക്സ്. സോ ഞാൻ മലയാളം ബുക്സ് ഞാൻ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഒരുപാട് വായിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ടച്ച് വിട്ടു. പിന്നെ ഞാനിപ്പോൾ ഇക്കൊല്ലം നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചിട്ട് ഞാൻ വായിക്കൽ സ്റ്റാർട്ട് ചെയ്തു. ആൻഡ് ഐ നീഡ് ടു ഡു മോർ എക്സ്പ്ലോറേഷൻ ദിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ മലയാളം ബുക്സ് ഒരുപാട് വായിക്കുക. അതാണ് എൻ്റെ 9th ഗോൾ. ഇനി ലാസ്റ്റ് ഗോൾ ഈസ് ടു റീഡ് മോർ ഫിസിക്കൽ ബുക്സ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് ഫിസിക്കൽ ബുക്സ് ഉണ്ട്. ലൈക്ക് ഒരു 100 ഉണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അതിൽ ഒരു ഓൾമോസ്റ്റ് 90% ഞാൻ വായിക്കാത്ത ബുക്സാണ്. അത് ഞാനിങ്ങനെ വാങ്ങി വെക്കുക എന്നല്ലാതെ ഞാൻ വായിക്കാറില്ല. ഞാൻ എപ്പോഴും ഒരു നല്ല സമയത്തിന് കാത്തു നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ആ നല്ല സമയം വരാറില്ല എൻ്റെ ലൈഫിൽ. അപ്പോൾ ഇനി ആ ഒരു കാര്യത്തിൽ കുറച്ച് ചേഞ്ചൊക്കെ വരുത്തി ഫിസിക്കൽ ബുക്സ് കുറച്ച് വായിക്കണം എന്നുണ്ട്. ലൈക്ക് ഒരു TBR ജാർ അതിന് വേണ്ടി കീപ്പ് ചെയ്തിട്ട് അത് ട്രാക്ക് ചെയ്ത് വായിക്കണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. സോ അതാണ് എൻ്റെ 10th ഗോൾ. സോ അതൊക്കെയാണ് എൻ്റെ ഗോൾസ് ആൻഡ് റെസൊല്യൂഷൻസ് ഓഫ് 2025. അപ്പോൾ നിങ്ങളുടെ ഗോൾസും റെസൊല്യൂഷൻസ് ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യണം. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദി സർപ്രൈസ് അനൗൺസ്മെൻറ്റ്. ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആണ് ടു ടോക്ക് ടു യു അബൌട്ട് ദിസ്. കാരണം എൻ്റെ ഒരു കൈൻഡ് ഓഫ് എ ഡ്രീം ആയിരുന്നു ഇത്. സോ ഐ എം ഗോയിങ് ടു സ്റ്റാർട്ട് എ ബുക്ക് ക്ലബ്. ആൻഡ് ഇപ്പോൾ ഒരു ചെറുതായിട്ടേ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. സോ ഫേബിൾ ആപ്പ് യൂസ് ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാവും. ലൈക്ക് അവിടെ നമുക്ക് ബുക്ക് ക്ലബ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഏതൊരാൾക്കും ബുക്ക് ക്ലബ്സ് സ്റ്റാർട്ട് ചെയ്യാം. സോ അവിടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫേബിളിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. നിങ്ങൾക്ക് ഫേബിൾ ആപ്പ് ഇല്ലെങ്കിൽ ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് ഫേബിൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ആൻഡ് ക്രിയേറ്റ് യുവർ അക്കൗണ്ട്. അതിന് ശേഷം ഞാൻ കൊടുത്ത ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി റീഡയറക്റ്റഡ് ടു ആ ബുക്ക് ക്ലബ് ആൻഡ് യു ക്യാൻ ജോയിൻ ഇറ്റ്. നൗ എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും ഒരു ബുക്ക് വായിക്കണം. അപ്പോൾ 1st ജനുവരി മാസത്തേക്കുള്ള ബുക്ക് ഞാൻ ഓൾറെഡി ചൂസ് ചെയ്തു. അപ്പോൾ അതിൽ ഞാൻ പോൾ ഇടുന്നില്ല. ഇനി ഫെബ്രുവരി തൊട്ട് നിങ്ങളുടെ സജഷൻസ് അനുസരിച്ചിട്ട് കൂടുതൽ സജസ്റ്റ് ചെയ്തത് ഒക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പോൾ ഇടും. ആൻഡ് ആ പോളിൽ ഏറ്റവും കൂടുതൽ വോട്ട് ഉള്ളതായിരിക്കും നമ്മുടെ ബുക്ക് ഓഫ് ദ മന്ത്. അങ്ങനെയാണ് നമ്മൾ ബുക്ക് ക്ലബ് പിക്സ് ചൂസ് ചെയ്യാൻ പോകുന്നത് ഓരോ മന്തിനും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം മന്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വായിച്ചാൽ മതി. ഈവൻ ഇഫ് യു ഡോണ്ട് കംപ്ലീറ്റ് ഇറ്റ്സ് ഫൈൻ. ഞാനിത് ചെയ്യുന്നത് കൂടുതലും ത്രില്ലർ, ലിറ്റററി ഫിക്ഷൻ ആൻഡ് ഹൊറർ ജോൺറയിൽ വരുന്ന ബുക്സ് ആയിരിക്കും. നിങ്ങളുടെ സജഷൻ അനുസരിച്ചിട്ട് ഓഫ് കോഴ്സ് നമുക്ക് പിന്നെ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ചൊക്കെ ബാക്ക് ലിസ്റ്റ് വായിക്കാം, ബട്ട് അറ്റ് ദി സെയിം ടൈം ന്യൂ റിലീസസും വായിക്കണം. അതിൻ്റെ ഒരു മിക്സ് ആയിരിക്കണം, ന്യൂ റിലീസസിൻ്റെയും ബാക്ക് ലിസ്റ്റിൻ്റെയും. അപ്പോൾ അത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ സജഷൻസിൽ. ആൻഡ് ദ ലാസ്റ്റ് തിങ്, നമ്മൾ വായിച്ച ബുക്സിനെ പറ്റി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാം, സ്പോയിലർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ലൈക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇനി എനിക്ക് നിങ്ങളോട് ചോദിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഡിസ്കഷൻ ഏത് പ്ലാറ്റ്ഫോമിലാണ് ഹാപ്പൻ ചെയ്യേണ്ടത് എന്നുള്ള ഒരു ഓപ്ഷൻ ഇൻസ്റ്റാഗ്രാമാണ്. ഇൻസ്റ്റാഗ്രാം ഐ തിങ്ക് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ്. പിന്നെയുള്ളത് ടെലഗ്രാം. ബട്ട് ടെലഗ്രാമിൽ കുറേ അധികം സോഷ്യൽ ആവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബട്ട് ടെലഗ്രാം ഓൾസോ ഈസ് ആൻ ഓപ്ഷൻ. പിന്നെ 3rd വൺ ഇസ് ഡിസ്കോഡ്. അപ്പോൾ
ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഏത് പ്ലാറ്റ്ഫോം ആണെന്ന്. അതുപോലെ ഞാനൊരു പോളും ഇടാം ഇതിന് റിലേറ്റഡ് ആയിട്ട്. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമിലാണ് ഡിസ്കസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അത് വെച്ചിട്ട് തീരുമാനിക്കാം. സോ അതൊക്കെയാണ് ഇപ്പോഴത്തെ പ്ലാൻസ്. എന്തൊക്കെയാവും എങ്ങനെയാവും എന്നൊന്നും ഒരു ഐഡിയയും ഇല്ല. ഐ റിയലി എക്സ്പെക്ട് മോർ സപ്പോർട്ട്സ് ഫ്രം യു ഈ ഒരു കാര്യത്തിൽ. ആൻഡ് ഞാനും ഇതൊരു ഫസ്റ്റ് ടൈം ചെയ്യുന്നതാണ്, അപ്പം ഞാനും അത്ര എക്സ്പീരിയൻസ്ഡ് ഒന്നുമില്ല. സോ ഐ ബി സോ ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സപ്പോർട്ട്. ഐ എം സോ എക്സൈറ്റഡ് ടു ഡു ദിസ്. എൻ്റെ ഒരു ഡ്രീം ആയിരുന്നു ഹാവിങ് എ ബുക്ക് ക്ലബ്, അതുപോലെ ഓർഗനൈസിങ് തിങ്സ്, റീഡിങ് ബുക്സ് വിത്ത് എ കമ്മ്യൂണിറ്റി, അല്ലെങ്കിൽ ഡിസ്കസ് ചെയ്യുക അതിനെപ്പറ്റി സ്പോയിലറായിട്ട്, അതും മലയാളത്തിലൊക്കെ. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ വീഡിയോ. ഞാൻ ഈ ചാനലിൽ ബുക്കിഷ് കോണ്ടന്റ്സ് ആണ് ചെയ്യാറ്. സോ ഇഫ് യു ലൈക്ക് മൈ കോണ്ടന്റ്, പ്ലീസ് ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് ഐ വിൽ സീ യു വിത്ത് another video. Till then, bye bye and take care.